നമസ്കാരം. നേരിട്ട് ചർച്ചയിലേക്ക് തന്നെ കടക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ വിഷയം ആരോഗ്യമേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിദേശ നിക്ഷേപവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയമാണല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. ആദ്യത്തെ EMS സർക്കാർ മുതൽ തന്നെ പൊതുജനാരോഗ്യം പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമായി കേരളത്തിലെ സർക്കാരുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ആരോഗ്യരംഗത്തെ പുരോഗതിക്ക് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന നിയമം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് അരവിന്ദൻ ഡോക്ടറോട് എന്താണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് ചോദിക്കാൻ തോന്നുന്നു. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തുള്ള മിക്ക നേട്ടങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പണ്ട് തൊട്ടേ ചെറിയ വ്യത്യാസമുണ്ടാകും. ഇന്ത്യയുടെ ലേശം മുന്നിലായിരുന്നു ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ശിശുമരണ നിരക്ക് മുതലായുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ. പക്ഷെ അതേസമയം ഇന്ത്യയിൽ ഏറ്റവും തൂക്കക്കുറവും പൊക്കക്കുറവും ഒക്കെ ഉള്ള കുട്ടികൾ, ഏറ്റവും അധികം മാൽന്യൂട്രിഷൻ ഉള്ള പ്രദേശങ്ങളിലൊന്നായിരുന്നു കേരളം. അതിനുള്ള പ്രധാന കാരണം ഏറ്റവും ദാരിദ്ര്യമുള്ള, ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള സംസ്ഥാനം ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് കേരളമായിരുന്നു. അതിൽ നിന്ന് നാം കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിൻ്റെ അപ്പുറം വന്നിട്ടുള്ള മാറ്റം വളരെ ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ്. ഇന്ന് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏറെ മുന്നിലാണ്. ഇപ്പോൾ ശിശുമരണ നിരക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് 5 കേരളത്തിലെ 1000 കുട്ടികൾ ജനിക്കുന്നതിൽ 5 പേരെന്നുള്ള. ഇന്ത്യയുടെ 25, 5 ഇരട്ടി. മാതൃമരണ നിരക്ക് കേരളത്തിൽ 19 ഇന്ത്യയിൽ 40 അധികമാണ്. അതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും മാൽന്യൂട്രിഷനുള്ള കുട്ടികളുള്ള, ഇന്ന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ ജീവിക്കുന്ന സംസ്ഥാനം കേരളമാണ്. വയറിളക്ക രോഗമെന്ന് പറയുന്നത്, കുട്ടികളുടെ വയറിളക്ക രോഗം ഇന്ത്യയിൽ പല സ്ഥലത്തും വളരെ കൂടുതലുണ്ട്. ഇന്ന് കേരളത്തിൽ അപ്രത്യക്ഷമായ കാര്യങ്ങളിലൊന്നാണ് ഈ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കുട്ടികളിൽ വരുന്ന മരണത്തിനിടയാക്കുന്ന ലെവലിലുള്ളത്. ഇവിടെ ഒരു ഡയറിയ വാർഡുകൾ പോലും ഇല്ല ഇന്ന് ആസ്പത്രികളിൽ. അതിൻ്റെ ആവശ്യമില്ല. പൊക്കവും തൂക്കവും നോക്കിയാൽ 20 വയസ്സുകാരിൽ ഏറ്റവും അധികം പൊക്കമുള്ള ആൾക്കാർ, നമ്മൾ പലരും വിചാരിക്കും പഞ്ചാബാണ് എന്നുള്ളത്. പഞ്ചാബല്ല, കേരളം, മലയാളിയാണ് ഇന്ന് ഏറ്റവും പൊക്കം കൂടുതലുള്ള മനുഷ്യർ കേരള സ്റ്റേറ്റിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള വളരെ വലിയ മാറ്റങ്ങൾ വരാനുള്ള ഏറ്റവും പ്രധാന കാരണം നമ്മൾ പൊതുജനാരോഗ്യത്തിന് കൊടുത്തിട്ടുള്ള ഊന്നലാണ്. ഇവിടെ പൊതുവിൽ മാനുഷിക വിഭവശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം മുതലായിട്ടുള്ളതിനൊപ്പം തന്നെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നയം ആദ്യം മുതലേ എടുത്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രകടമായി കഴിഞ്ഞൊരു 15 വർഷക്കാലം കൊണ്ട് നമ്മൾ വേറൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. പൊതുജനാരോഗ്യം 40% ഇന്ന് സർക്കാർ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. ആ ലെവലിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയുടെ പ്രസക്തി വരുന്നത്. കാരണം ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഏറ്റവും ഉയർന്ന ചികിത്സാ ചെലവുകളുടേതാണ്. അത് വീണ്ടും കൂടുതലാവുമോ ഈ പുതിയ കോർപ്പറേറ്റ് വൽക്കരണ പോളിസികൾ കാരണം എന്നുള്ളതാണ് ഇന്നത്തെ എനിക്ക് തോന്നുന്ന ചർച്ചയുടെ ഒരു ബേസ് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് പിന്നീട് കിടക്കാം. ഇതാണ് മൊത്തത്തിൽ വളരെ ചുരുക്കി എനിക്ക് കേരളത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞ് പറയാനുള്ളത്. അതിലേക്ക്, ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, നമ്മുടെ കേരളത്തിലെ കുടുംബ വരുമാനത്തിൻ്റെ 17% നിലവിൽ ചികിത്സയ്ക്കായി ചെലവാകുന്നുവെന്നും
ഇതിൽ 10% പേര് ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിനായിട്ട് കടമെടുക്കുന്നുണ്ടെന്നും അത് ഈ കടം ശരാശരി 2.5 ലക്ഷം രൂപയിലധികം വരുന്നുണ്ടെന്നുമാണ് സംസ്ഥാനതല സർവേകളിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടേക്ക് കോർപ്പറേറ്റ് മൂലധന നിക്ഷേപം കടന്നു വരുന്നത്. ഇത് ചികിത്സാ ചെലവിനെ വർദ്ധിപ്പിക്കില്ല. എന്താണ് ഇതിനെ സംബന്ധിച്ച ആശങ്കകൾ എന്നാണ് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യാനുള്ളൊരു വിഷയം തോന്നുന്നു. മിഥുൻ, ഈ കാര്യത്തിൽ ഈ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ കടന്നുവരവ് എങ്ങനെയൊക്കെയാണ് ആരോഗ്യരംഗത്തെ ബാധിക്കാൻ പോകുന്നത്? ഇതിൽ ഇപ്പം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വെറും ഒരു കോർപ്പറേറ്റ് വൽക്കരണം അല്ലെങ്കിൽ ഒരു ആരോഗ്യത്തിൻ്റെ അമിതമായിട്ടുള്ളൊരു സ്വകാര്യവൽക്കരണം മാത്രമാണെന്ന് തോന്നുന്നില്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളെ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ടേക്ക് ഓവർ എന്ന് പറയുന്ന അത് ചെയ്തിരിക്കുന്നത് ഒന്ന് KKR എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും പിന്നെ ബ്ലാക്ക് സ്റ്റോൺ, ഇതൊക്കെ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസാണ്. അപ്പം സാധാരണഗതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഹെൽത്ത് കെയറിലെ അകത്ത് വർക്ക് ചെയ്യുന്ന ഓൺട്രപ്രന്യൂഴ്സോ സംരംഭകരോ അതിൻ്റെ അകത്ത് പ്രവർത്തിച്ച് അത് നന്നാക്കി അതിൽ നിന്ന് കൂടുതൽ മൂലധനം ഉണ്ടാക്കി അതിൽ തന്നെ നിക്ഷേപിച്ച് അത് നന്നാക്കി കൊണ്ടുപോകാൻ പോകുന്ന തരത്തിലുള്ള ഒരു ടെൻഡൻസി അല്ല ഈ ഇപ്പം കേരളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരുന്നത്. അല്ലാത്ത വിഷയങ്ങളും ഉണ്ട്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും കോർപ്പറേറ്റൈസേഷൻ മാത്രമല്ല, ഈ പറയുന്ന ആളുകൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു മെഡിക്കൽ ഓൺട്രപ്രനേഴ്സ് അല്ല, ഇത് ഫിനാൻഷ്യൽ എൻറ്റിറ്റീസാണ് പ്രധാനമായിട്ടും ഈ KKRഉം ബ്ലാക്ക് സ്റ്റോണും ഒക്കെ പറയുന്നത്. അപ്പം കോഴിക്കോടാണെങ്കിൽ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ ബേബി മെമ്മോറിയലൊക്കെ പോലുള്ള ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ തെക്ക് ഭാഗത്താണെങ്കിൽ കിംസ് പോലുള്ള ഹോസ്പിറ്റലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ശൃംഖലകളും ഒക്കെ ഇവർ അക്വയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം സാധാരണ നടന്നതിൽ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ അല്ലെങ്കിൽ സാധാരണയുള്ളൊരു സ്വകാര്യവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഒരു സ്വകാര്യ സംരംഭകരാണെങ്കിൽ അതിപ്പോൾ കോർപ്പറേറ്റ് താല്പര്യങ്ങളുള്ളതോ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണെങ്കിൽ തന്നെ ആ ഒരു പ്രസ്ഥാനം നന്നാക്കി കൊണ്ടുപോകുക, അതിൽ നിന്നുള്ള മൂലധനം ഉപയോഗിച്ച് ഡൈവേഴ്സിഫൈ ചെയ്യുക, അതിൽ തന്നെ നിക്ഷേപിക്കുക, അത്തരം കാര്യങ്ങളിലുള്ളൊരു താല്പര്യം ഉണ്ടാവും. പക്ഷേ ഈ പ്രൈവറ്റ് ഇക്വിറ്റി വരുമ്പം അവരുടെ താല്പര്യങ്ങൾ അതിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിക്ഷേപിക്കുക, ഈ നിക്ഷേപിക്കുന്ന പണം എന്ന് പറയുന്നത് ഇപ്പം ന്യൂയോർക്കിലൊരു പെൻഷൻ ഫണ്ടായിരിക്കും, അല്ലെങ്കിൽ സിംഗപ്പൂരിലെ ഒരു സോവറിൻ ഫണ്ടായിരിക്കും. എന്തെങ്കിലും ഈ പറയുന്ന ഫണ്ടുകൾ വാങ്ങി ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നു. അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ കഴിയുമ്പോൾ ആ ഫണ്ട് തിരിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടികൾ എടുക്കുന്നു. അപ്പം ഇത് KKRൻ്റെ ഇതേ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇപ്പം ഡൽഹിയിൽ മാക്സ് ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ അതിലെ ഒരു പ്ലേ ബുക്ക് അനുസരിച്ചാണ് അവർ കളിക്കുന്നത് തോന്നുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് തലത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഇനി അത് ചർച്ചേൻ്റെ ബാക്കി ഭാഗത്ത് അതിലേക്ക് പറയുന്നത്. 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന രീതിയിലാണല്ലോ പുതിയ നയം വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ദൂരവ്യാപകമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിനെ ഗൗരവമായി ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ മിഥുൻ പറഞ്ഞ ആ ഒരു കാര്യം അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ നിക്ഷേപിക്കുന്ന ആൾക്കാർ ബ്ലാക്ക് സ്റ്റോണും KKRഉം ഒക്കെ അവർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളാണ്, ആരോഗ്യരംഗമായിട്ടൊരു ബന്ധമില്ലാത്തവരാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളിൽ ആൾക്കാർ നിക്ഷേപിക്കുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ പൈസ ഇരട്ടിക്കാൻ വേണ്ടിയാണ് അവിടെ പൈസ കൊടുക്കുന്നത്. അതുകൊണ്ട് അവരും പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ലാഭം കിട്ടുക എന്നുള്ള, അതല്ല ലോങ് ടേം പ്ലെയേഴ്സ് ആയിരിക്കില്ല അവർ. അപ്പോൾ എത്രയും പെട്ടെന്ന് ലാഭം കിട്ടാനുള്ള മാർഗങ്ങൾ അവർ തീർച്ചയായിട്ടും പരിശോധിക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പോസിബിളായിട്ടുള്ള സാധ്യതകൾ, എത്രയും പെട്ടെന്ന് ലാഭം കിട്ടാൻ ഒരു ആശുപത്രി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാർഗം ഞാൻ കാണുന്നത്, ഒരു പക്ഷേ അവരത് കണക്കിലെടുത്തിട്ടുണ്ടാവും, വിദേശത്ത് നിന്ന് രോഗികളെ കൊണ്ടുവന്ന് ഇവിടെ ചികിത്സിപ്പിക്കുക, മെഡിക്കൽ ടൂറിസം എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെയുള്ള പല രാജ്യങ്ങളിലും ഇന്ന് താങ്ങാൻ വയ്യാത്ത അത്ര ചികിത്സാ ചെലവുകളുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട്.
അവിടെ നിന്ന് കുറേ ആൾക്കാരെ ഒരു പ്ലെയിൻ ചാർട്ടർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ചികിത്സയും കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോയാൽ പോലും ഇവർക്ക് ലാഭമാണ്. കാരണം നമ്മുടെ ബാക്കിയുള്ള നിരക്കുകൾ വെച്ചുകൊണ്ട്. അതിൽ തന്നെ കേരളം ചൂസ് ചെയ്യാനുള്ള കാരണം കേരളത്തിലുള്ള ആശുപത്രികൾ ഇന്ന് ഈ പറയുന്ന ആശുപത്രികളിലൊക്കെ വളരെ നല്ല ടെക്നിക്കൽ പേഴ്സണലുണ്ട്. അത് ഡോക്ടർമാർ മാത്രമല്ല എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് കെയർ, ലബോറട്ടറികളുടെ ഇത്തരത്തിലുള്ള നല്ലൊരു തൊഴിൽ ശൃംഖലയിലുള്ള എല്ലാ നിലയിലുമുള്ള ആൾക്കാരുടെ വൈദഗ്ധ്യമുള്ള ആൾക്കാരുണ്ട്. ചുറ്റുപാടുള്ള സൗകര്യങ്ങളുണ്ട്. കേരളം പോലെ ഒരു നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ചുറ്റുപാടുകൾ നമുക്കുണ്ട്. ഈ പറയുന്നത് എല്ലാ അട്രാക്ഷൻസാണ് അവിടുന്ന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാൻ. അതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, ഇവിടെ തന്നെയുള്ള രോഗികളെ, പ്രത്യേകിച്ചും പണം ധാരാളമുള്ള ആൾക്കാരെ, അവരെ ചികിത്സിച്ചുകൊണ്ട് മാക്സിമം കാശുണ്ടാക്കാനാണ്. മാക്സിമം കാശുണ്ടാക്കാനുള്ള രീതികൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ഒരു രോഗിയെ ചികിത്സിക്കാൻ വേണ്ട ഡയഗ്നോസിസിന് വേണ്ട ടെസ്റ്റുണ്ട്, വേണ്ട ചികിത്സയുണ്ട്. ഇപ്പോൾ അതിനും അപ്പുറം ആവശ്യമില്ലാത്ത കുറേ ടെസ്റ്റുകൾ ചെയ്യുക, കൂടുതൽ പ്രൊസീജിയേഴ്സ്. ഒരു സർജറി ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ എന്താ നമ്മൾ പറയുക, ഒരു ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന ഒരു സർജറി, ഹിസ്റ്റക്ടമി, വളരെ കോമൺ ആയിട്ടുള്ളൊരു സർജറിയാണ്. ഈ ഹിസ്റ്റക്ടമി സാധാരണ ഇതിലും ചെയ്യാം, റൊബോട്ടിക് സർജറി ചെയ്യാം. റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് അത് കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള സർജറിയാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അതിന് ഒരു ഹിസ്റ്റക്ടമിക്ക്, സാധാരണ ഒരു ഹിസ്റ്റക്ടമിക്ക്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിലതിന് അതുകൊണ്ട് ഗുണം ചെയ്യും. സാധാരണ ഒരു ഹിസ്റ്റക്ടമി ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ സാധാരണ ഹിസ്റ്റക്ടമിക്ക് പോലും ഇതാ റൊബോട്ടിക് ഉണ്ട്, അത് വേണോ? നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ പൈസ ധാരാളമുള്ളവരാണെങ്കിൽ ശരി എന്നാൽ അത് തന്നെ ആയിക്കോട്ടെ എന്ന് പറയും. ആ രീതിയിൽ കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ള ഈ പ്രോസസ്സിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള സാധാരണയിലും ഞാൻ പറഞ്ഞ അപ്പർ മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിൽ തന്നെ ഉപരി മധ്യവർഗത്തിലുള്ള ആൾക്കാർക്ക് പോലും പലപ്പോഴും ഈ ചികിത്സാ ചെലവുകൾ താങ്ങാൻ വയ്യാത്ത അവസ്ഥയും ഉണ്ടാവേക്കാം. ഇപ്പോൾ പല രോഗം വന്നാലും നേരെ മിംസിലേക്കോ ബേബിയിലേക്കോ പോകുന്ന ആൾക്കാർ ഇനി തൊട്ടൊന്ന് ശങ്കിക്കും, അയ്യോ അവിടെ പോയാൽ എന്തായിരിക്കും സ്ഥിതി, അതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടായേക്കാം. ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു ആശങ്ക. അതിനുള്ള എങ്ങനെ ഇത് മുഴുവൻ അതിനു വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണോ, അതോ എന്നിട്ട് വരുന്നത് വരട്ടെ നമ്മൾ സഹിച്ചേക്കാമെന്ന് പറയുകയാണോ വേണ്ടത്? അല്ലാതെ നമുക്കതിനെ എങ്ങനെ നേരിടാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയാണോ വേണ്ടത് എന്നുള്ളത് മേ ബി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചർച്ചയിൽ പറയാൻ തോന്നുന്നു. ഇപ്പോൾ ഏതായാലും ഇതാണ് പ്രധാനമായിട്ടുള്ള ആശങ്ക. നമുക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ആശുപത്രികൾ പോകുക. അതിനൊരുപാട് ടാക്ടിക്സ് ഉണ്ട്. പണ്ടൊക്കെ ഇവിടെ കോഴിക്കോട് നഗരം എടുത്താൽ തന്നെ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ആശുപത്രികൾ ഉണ്ടായിരുന്നു. ഞാൻ പേരുകൾ പ്രത്യേകമായിട്ട് പറയുന്നില്ല. പല ഫാമിലി ഡോക്ടർമാർ പിന്നീട് അതൊരു ആശുപത്രിയാക്കി മാറ്റി അത്തരത്തിലുള്ള കുറേ ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സാണ് മാനേജ് ചെയ്യുന്നത്. വളരെ ചികിത്സാ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരുപാട് ചികിത്സകൾ കിട്ടിയിരുന്ന ആശുപത്രികളാണ്. അത് ഓരോന്നായിട്ടിപ്പോൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുക. ഈ കോമ്പറ്റീഷൻ കമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെയുള്ള ആശുപത്രികൾ മാനേജ് ചെയ്തിരുന്നത് ഡോക്ടേഴ്സാണ്. അതിന് പകരം ഇപ്പോൾ ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് മാനേജ് ചെയ്യുന്ന പ്രത്യേക മാനേജ്മെൻറ്റ് കേഡറാണ്, മാനേജേഴ്സാണ്. ഈ മാനേജേഴ്സും ഡോക്ടേഴ്സും തമ്മിൽ, ഡോക്ടർമാരെല്ലാം വലിയ കേമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ മാനേജർമാരെക്കാൾ എന്തുകൊണ്ടും ഭേദമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാനേജേഴ്സ് ഇത് നോക്കുന്നത് എക്സൽ ഷീറ്റ് നോക്കിയാൽ, രോഗിയെ നോക്കിയിട്ടല്ല. ഒരു എക്സൽ ഷീറ്റിൽ നമുക്ക് കാണാം എല്ലാ ഇതും. ഇപ്പോൾ എത്ര വരുമാനം വരുന്നു, ഓരോ രോഗിയിൽ നിന്ന് എത്ര വരുമാനം വരുന്നു, ഒരു ഡോക്ടർ എത്ര ടെസ്റ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എത്ര സർജറി ചെയ്യുന്നുണ്ട്, എത്ര രോഗിയുടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഒരു ഡോക്ടർ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ വിളിച്ച് പറയുന്നത്, കണ്ടോ ഡോക്ടർ ഇതാ നിങ്ങളുടെ ഈ മാസത്തെ ഇത് കണക്കിതാണ് എന്ന് പറയുന്ന സമയത്ത്, അയ്യോ ഇത് വളരെ കുറവാണല്ലോ എന്നും 4 തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അടുത്ത തവണ ഒരു രോഗി വരുമ്പോൾ ഒരു 2 ടെസ്റ്റും കൂടെ എഴുതും. സ്വാഭാവികമായിട്ടും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യത. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് വൽക്കരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായി ഇതാണ് സംഭവിക്കുന്നത്. നിലവിൽ തന്നെ ഡോക്ടർ
ഡോക്ടർമാരെന്ന് മാത്രമല്ല ആരോഗ്യ സംവിധാനങ്ങൾ രോഗികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഉടലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചികിത്സയുടെ വിശ്വാസ്യതയെ കൂടുതൽ ബാധിക്കാൻ ചാൻസ് ഇല്ല. അത് പക്ഷേ ഈ കോർപ്പറേറ്റ് ആശുപത്രികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കോർപ്പറേറ്റ് ആശുപത്രിയിലെ സംവിധാനവും ഇതെന്ന് പറഞ്ഞാൽ നമ്മളും ഒരു ഡോക്ടറും തമ്മിൽ ഒരുപാട് ലെയർ ഓഫ് ഇതുണ്ടാവും. അപ്പോൾ ഒരു ഡോക്ടറെ നേരെ പോയി തല്ലാനൊന്നും പറ്റില്ല. ആ തല്ല് കിട്ടുന്നത് മിക്കവാറും പാവപ്പെട്ട ഒരു കുറ്റവും ചെയ്യാത്ത ഒരു സാധാരണ ക്ലിനിക്കിലിരിക്കുന്ന ഡോക്ടർക്കായിരിക്കും തല്ല് വാങ്ങുന്നത്. ഇവരെ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. അല്ല, തല്ല് വാങ്ങുന്ന പ്രശ്നം മാത്രമല്ല, അല്ല, ഈ ലിറ്റിഗേഷൻ ആയാലും നമ്മളൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ വക്കീലുമാരുടെ വലിയൊരു സംഘം തന്നെ ഉണ്ടാവും. നമുക്ക് അവരായിട്ട് ജയിക്കാൻ വേണ്ടി കഴിയില്ല. ആ പണമായിട്ട് നമുക്ക് മത്സരിക്കാനും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ 5 വർഷത്തിനിടെ ധാരാളം ചെറു ക്ലിനിക്കുകളും സ്വകാര്യ ആശുപത്രികളും അടച്ചുപൂട്ടിക്കിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നം. അത് നിയമത്തിൻ്റെ പരിമിതികൾ 2018 ആക്റ്റാണ് അതിൻ്റെ പ്രതി എന്നുള്ള രീതിയിലാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഈ മത്സരം അതിനൊരു ഫാക്ടറല്ലേ? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്റ്റാണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതേസമയം തന്നെ തീർച്ചയായിട്ടും ഇത്തരം വലിയ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ചെറുകിട ആയിട്ടുള്ള ഫിസീഷ്യൻസ്, ഡോക്ടർമാർ നടത്തുന്ന ഹോസ്പിറ്റലോ അതുപോലെ ചാരിറ്റി ആയിട്ട് നടത്തുന്ന ഹോസ്പിറ്റലുകളോ ട്രസ്റ്റുകൾ നടത്തുന്ന ഹോസ്പിറ്റലുകളെയൊക്കെ വേർതിരിച്ച് കാണുകയും അതുപോലെ തന്നെ അതിനനുസൃതമായിട്ട് ചില മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഈ ആക്ട് കൊണ്ടാണ് ഇത് പൂട്ടിപ്പോയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പൂർണ്ണമായിട്ടും ശരിയാവില്ല. പക്ഷേ ഇതിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മത്സരത്തിൻ്റെ ഒരു ഘടകമുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ചെറിയ സംഗതികൾ നിലനിൽക്കാനും ഒക്കെ ഉള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു പ്രശ്നമാണ്. കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ ചികിത്സാ രീതിയുടെ ഒരു മെച്ചം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനെയും അതുപോലെ തന്നെ ആ തലത്തിലൊക്കെയുള്ള ഒരു ഡോക്ടറെയും കാണാവുന്ന ഒരു സൗകര്യം ആണ് പൊതുജനാരോഗ്യ രംഗത്തെ മെച്ചത്തോടൊപ്പം ഉള്ള ഒരു സംഗതി. അത് ഇപ്പം യൂറോപ്പ് പോയാലും വേറെ സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് അത്ര പെട്ടെന്നൊരു ഡോക്ടറെ കാണാനോ ഒരു ചികിത്സ നടത്താനോ ഒന്നും, പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ചികിത്സ നടത്താനോ ഒന്നും കഴിയില്ല. വെയിറ്റിംഗ് ഉണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം കേരളത്തിലെ ഒരു ആരോഗ്യ രംഗത്തിൻ്റെ ഒരു തനതായ ഒരു സവിശേഷത എന്ന് പറയുന്ന ഇത്തരത്തിൽ ഒരു മധ്യതലത്തിലോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള തലത്തിലോ പ്രവർത്തിക്കുന്ന കിടത്തി ചികിത്സയും ചെറിയ കിടത്തിയിൽ ഒരുപാട് ആളുകളെ ഇല്ലെങ്കിലും കുറച്ച് ആളുകളൊക്കെ കിടത്തി ചികിത്സിക്കുകയും അതുപോലെ തന്നെ അവരുടെ ചികിത്സാപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടിയാണ്. അപ്പോൾ അതിലൊക്കെ തീർച്ചയായിട്ടും ഈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വലിയ സംവിധാനങ്ങളിലുള്ള ഒരു രീതിയിലുള്ള ചികിത്സാ ചൂഷണം നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഒരു ഇത്രയും കാലത്തെ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലും പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം ആശുപത്രികൾ, അത്തരം ചികിത്സാ സംവിധാനങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതെങ്ങനെ നിലനിർത്തണം എന്നുള്ളതിൻ്റെ രീതികളെ കുറിച്ചിട്ട് ആലോചിക്കണം. അതിൽ സ്വാഭാവികമായിട്ടും നിലവിലുള്ള നിയമപരമായിട്ടുള്ള ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിൽ അതിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഘടകങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് തലത്തിലുള്ള ഇത് പൂട്ടിപ്പോകാനൊക്കെ ഉള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് കൂടി ആ പ്രശ്നം പഠിച്ചിട്ട് പരിഹരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അത്തരത്തിലുള്ളൊരു എക്കോസിസ്റ്റം ആരോഗ്യരംഗത്ത് നിലനിൽക്കുക എന്നുള്ളത് കേരളത്തിലെ ഒരു പൊതുജനാരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് ചികിത്സയുടെ ഒരു തലം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമാണ്. മരുന്നുകളുടെ കാര്യത്തിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പലപ്പോഴും പറയാറുള്ള മരുന്ന് ഗവേഷണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റാത്ത കുറച്ച് കാലത്തേക്ക് മാത്രം ഉപയോഗിക്കേണ്ട ആൻറ്റിബയോട്ടിക്കുകളിലുള്ള മരുന്നുകൾക്കും അതേപോലെ തന്നെ ചെറിയ വിഭാഗം ആളുകൾക്കുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കൊക്കെ ഫണ്ട് ചെയ്യാനും അതേപോലെ തന്നെ ഗവേഷണമൊക്കെ മന്ദഗതിയിലാകുന്ന ഒരവസ്ഥയുണ്ടെന്ന്
പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ കോർപ്പറേറ്റ് മൂലധനം കടന്നു വരുമ്പോൾ വലിയ തുക ചെലവഴിച്ച് ചികിത്സിക്കേണ്ട രോഗങ്ങളിലേക്ക് മാത്രം ചികിത്സയുടെ ഫോക്കസ് മാറുകയും അല്ലാത്ത കാര്യങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ കെയർ കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും അത് കുറേ കാലമായിട്ടുള്ള സംഗതിയാണ്. അത് കൂടുതൽ ലാഭമുള്ള മേഖലകളിലേക്ക് ചികിത്സാ ഗവേഷണം കൂടുതൽ പോവുക എന്നുള്ളത് കുറേ കാലമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഇന്ന് അതിനേക്കാൾ കൂടുതൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ആരോഗ്യരംഗത്ത് ചികിത്സാ ചെലവുകളും ഇത്രയധികം കൂടാനുള്ള ഒരു പ്രധാന കാരണം ടെക്നോളജിയാണ്. പണ്ടില്ലാത്ത ഒരുപാട് ടെക്നോളജികൾ ആരോഗ്യരംഗത്തേക്ക് വന്നു കഴിഞ്ഞു. അത് എൻ്റെ ഒരു മറുവശം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് ചികിത്സ ഇല്ലാത്ത ഒരുപാട് കേസുകൾ ഇന്ന് ചികിത്സിച്ച് മാറ്റാമെന്നുള്ളതാണ്. ഞാൻ മെഡിസിൻ പഠിക്കുന്ന കാലത്ത് ചെറിയ കുട്ടികൾക്ക് വരുന്ന ലുക്കീമിയ രോഗമുണ്ട്. കുട്ടികളിലുള്ള ലുക്കീമിയ 80-90% കുട്ടികളും മരിച്ചു പോകും. 1-2 ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു പോകുന്ന ഇതാണ് നമ്മൾ കാണുമ്പോൾ തന്നെ വളരെയധികം ഒരു മനപ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഈ കുട്ടികൾ അവരെന്തായാലും മരിക്കും എന്നുള്ളത്. ഇന്ന് 90% കുട്ടികളും പൂർണ്ണമായിട്ട് രോഗം മാറി വലിയ ആൾക്കാരായിട്ട് മാറുന്നു, സാധാരണ മാതിരി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ഇന്ന് അതുമാത്രമല്ല, ഒരുപാട് തരം ക്യാൻസർ, ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നിശ്ചിത മരണമായിരുന്നു പണ്ട്. ഇന്ന് ഒരു 40-50% ലങ് ക്യാൻസറെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ മറുവശം, ഈ ചികിത്സ ഇപ്പോഴും വളരെ വളരെ കോസ്റ്റ്ലിയാണ് പല ചികിത്സയും. അതിന് ഒരു കാരണം, ഈ ചികിത്സയുടെ പുതിയ മരുന്നുകൾ, കണ്ടെത്തിയിട്ടുള്ള മരുന്നുകൾ പലതും പേറ്റൻ്റ് വ്യവസ്ഥ കാരണം വളരെ ഉയർന്ന വിലയിലാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതേപോലെയുള്ള മരുന്ന് നമ്മുടെ ഇന്ത്യൻ കമ്പനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വേഗം കോപ്പി അടിച്ച് വേറെ ഒന്നും ഉണ്ടാക്കും. ഇവിടെ പ്രോസസ് പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന പേറ്റൻ്റ് നിയമം. ഇന്ന് പക്ഷെ അത് സാധിക്കില്ല. കാരണം നമ്മൾ പണ്ട് ഒപ്പിട്ട് കൊടുത്തു, ഞങ്ങൾ ഇനി തൊട്ട് ഇങ്ങനെ യാതൊന്നും ചെയ്യില്ല, ഞങ്ങൾ നമ്മുടെ അമേരിക്കക്കാരുടെ വിനീത ദാസന്മാരായിട്ട് ഇപ്പോൾ ഉള്ള പോലെ. ഇത് ഇന്ന് തുടങ്ങിയതല്ല, കുറച്ച് മുമ്പ് 10-30 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള സംഗതിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ ഉയർന്ന വിലയാണ് ഈ മരുന്നുകൾക്കെല്ലാം. ഈ മരുന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള വില. ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകളൊക്കെ ഇതിനൊരു ചികിത്സ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറയുക എന്താ, പണ്ടാണെങ്കിൽ പറയും അതിന് ഇനി ചികിത്സ ഒന്നുമില്ല, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ ചികിത്സാ ചെലവ് വളരെ കുറവാണ്. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ ഡോക്ടർ എന്താ പറയുക, ഇതിന് ഒരു മരുന്നുണ്ട്, ആ മരുന്ന് ഒരു 40-50% ചാൻസ് ഉണ്ട് രോഗി ക്യൂർഡാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യണം, അതിനും കുറേ പൈസ വരും. അത് ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ ഈ മരുന്ന് ഫലിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവസാനമാണ് പറയുക, പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടെ ചികിത്സാ ചെലവ് 1 കോടി ഉറുപ്പിയോളാവും. എന്ത് ചെയ്യും ഇവർ? ചിലരാണെങ്കിൽ പിന്നെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് പോകും. പക്ഷെ ഒരുപാട് പേര് എങ്ങനെ ആ 1 കോടി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സ്ഥലം വിറ്റിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഇതുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ഉയർന്ന തുകയ്ക്ക് ഇൻഷുറൻസ് ആണ് മറ്റൊരു മാർഗമായിട്ട് പറയുന്നത്. ഇൻഷുറൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച്. പക്ഷേ ആ ഇൻഷുറൻസ് പണമൊന്നും തികയില്ല. കാരണം അത്രയും തുകയ്ക്കുള്ള ഇൻഷുറൻസ് വേണമെങ്കിൽ ഒരുപാട് പ്രീമിയം കൊടുക്കണം. ഇതാണ് ഇന്നുള്ള വലിയ പ്രശ്നം. ആ ഇൻഷുറൻസ് കമ്പനികളാണ് അമേരിക്കയിലൊക്കെ ആരോഗ്യ രംഗം തന്നെ നിയന്ത്രിക്കുന്നത്. ഒരു ഇൻഷുറൻസ് മാനേജറെ അവിടെ ഒരാൾ പോയിട്ട് കുത്തിക്കൊന്നു ഈ അടുത്ത കാലത്ത്, ഏതാനും കുറച്ച് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഭയങ്കര ആഘോഷമാണ്. ഒരു പാവം എന്നല്ല, ഒരു മനുഷ്യനെ കുത്തി കൊന്നതിന് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ആഘോഷിക്കുകയാണ്. കാരണം അത്രമാത്രം വെറുപ്പാണ് അവർക്ക് ഈ ഇൻഷുറൻസ് കമ്പനി. കാരണം അവരുടെ ജീവിതത്തിൽ അവർ കാണുന്ന പ്രശ്നം അതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചൂഷണം ഒരു വശത്ത് നടക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഹെൽത്ത് സെക്ടറിൽ ഈ സോഷ്യലൈസേഷൻ ഇല്ലാതെ ക്യാപിറ്റലിസം വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് ലോകം മുഴുവൻ, ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ ആരോഗ്യരംഗത്ത് ക്യാപിറ്റലിസം വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു തരത്തിലുള്ള സോഷ്യലൈസേഷൻ ഇവിടെ വേണ്ടി വരും. അതെങ്ങനെ എന്നുള്ള ഘട്ടവും കേരളത്തിൽ എന്ത് ചെയ്യാമെന്നുള്ളത് ഞാൻ പിന്നീട് അവസാനം ആയിട്ട് പറയാൻ തോന്നുന്നു. ഇപ്പോൾ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ കടന്നുവരവ് കൂടി വരുമ്പോൾ ഈ ഓൾറെഡി സ്വകാര്യ മേഖലയെ മുതലാളിത്തത്തിൻ്റെ ഈ ഇടപെടൽ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത കൂടുക തന്നെയാണല്ലോ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ, ഇപ്പോൾ കേരളം ഒരു സംസ്ഥാനമാണ്, നമുക്ക് ഒരു പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ വലിയ മാതൃക മുന്നിലുണ്ട്. പാൻഡമിക്കുകളെ അടക്കം കേരളം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു രീതി കൂടിയായിരിക്കും ഒരു പക്ഷേ ഇത്രയും മൂലധനം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് കാരണം തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ എന്ത് ചെയ്യും എന്ന് ആലോചിക്കാനുള്ള ഒരു, ഇപ്പം നമുക്ക് പ്രായോഗികമായിട്ടുള്ളൊരു സമീപനം എന്താണെന്ന് ആലോചിക്കുമ്പം, ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ സമീപകാലത്ത് ചർച്ച ചെയ്യുന്ന ഈ ഒരു എന്താണ് പറയുക, ഈ ഫൈനാൻഷ്യൽ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ ഹെൽത്ത് സെക്ടറിൽ വന്നിട്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ, അതിൻ്റെ ദൈനംദിന പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചനയിൽ ഒരു പ്രധാന ഭാഗം ഇവരെങ്ങനെയാണ് പ്രധാനമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു സംഗതി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിലുള്ള ഒരു സ്വകാര്യ ഒരു മെഡിക്കൽ ഒരു ഓൺട്രപ്രന്യൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലല്ല പ്രൈവറ്റ് ഇക്വിറ്റി ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥാപനം വലുതാക്കി കൊണ്ടുപോവുക, അതിനകത്തുനിന്ന് തീർച്ചയായിട്ടും ലാഭം എടുക്കുക, ആ ലാഭം അവിടെയും മറ്റ് സ്ഥലങ്ങളിലും നിക്ഷേപിക്കുക, ഇത് കൂടുതൽ വിശ്വസ്തതയുള്ള ആളുകൾ വരുന്ന ഒരു സ്ഥാപനമായിട്ടൊക്കെ മാറ്റുക. അത്തരം ഉദ്ദേശങ്ങളാണ് നമ്മളൊരു വളരെ സാമ്പ്രദായികമായിട്ടുള്ളൊരു മെഡിക്കൽ ഇൻഡസ്ട്രിയലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. എന്നാൽ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനി ആകുമ്പോൾ ഇവർക്ക് ഒന്നാമത് ഇവർക്ക് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഒരു പ്രൈവറ്റ് ഇക്വിറ്റീൻ്റെ ഒരു ലൈഫ് സൈക്കിളിൽ ഇവിടെ വന്ന് പോകണം എന്നുള്ളതാണ്. അപ്പം ഒരു 7 കൊല്ലം ഒക്കെ ആയിരിക്കും സാധാരണഗതിയിൽ അത് ഉണ്ടാവുക. അപ്പോൾ അതിനിടയിൽ പരമാവധി ലാഭം എക്സ്ട്രാക്ട് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് അവരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിള്. ഇപ്പോൾ നമ്മൾ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വാൾ സ്ട്രീറ്റ് വാർഡിലേക്ക് വന്നു എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വാൾ സ്ട്രീറ്റിൻ്റെ ഒരു ഓപ്പറേഷൻ വാർഡിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ കണക്കാക്കേണ്ടി വരും. അപ്പം അത് നമ്മൾ സാധാരണ രോഗചികിത്സയ്ക്കും അല്ലെങ്കിൽ ഒരു ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും അല്ല അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുക. അപ്പം അവർ ലാഭത്തിൻ്റെ കണക്കുകളാണ്, എബിറ്റ എന്നൊക്കെ പറയുന്ന എന്താണ്, ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഉപയോഗിക്കുന്നൊരു കണക്കുണ്ട്. ഈ ഇത്തരം സംഗതികൾ ഈ പ്രൈവറ്റ് ഇക്വിറ്റിക്കാർ ഈ പറയുന്ന ഇതിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ ഒക്കെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റവന്യൂ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൂടെ റവന്യൂ നിന്ന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു പൈസ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇത് എഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് അതിൽ നിൽക്കുകയോ അതിനെ ഓപ്റ്റിമൈസ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ അവരെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഷോർട്ട് ടേമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംഗതികൾ ലാഭം കൂട്ടാനുള്ള പരിപാടികൾ ചെയ്യാന്നുള്ള. അപ്പോൾ അതിലൊരു പ്രധാന വഴി എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർമാരും നഴ്സുമാർക്കൊക്കെയുള്ള പൈസ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്തൊരു ക്വാളിറ്റിയിലുള്ളൊരു പ്രശ്നം വരും. രണ്ടാമത്തെ കാര്യം, വളരെ ചിലവുള്ള പ്രൊസീജിയേഴ്സിൽ അല്ലെങ്കിൽ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറുകൾ സർജറികളൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, അല്ലാത്തത് പതുക്കെ പൂട്ടിക്കെട്ടുക എന്നുള്ള പരിപാടി. അപ്പോൾ നേരത്തെ സാർ പറഞ്ഞ റോബോട്ടിക് സർജറിയൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരം കൂടുതൽ പൈസ കിട്ടുന്ന സംഗതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പം പ്രൈവറ്റ് ഇക്വിറ്റി അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ രീതിയിലാണ് ഇവർ ലാഭം വർദ്ധിപ്പിക്കാൻ നോക്കുന്നത്. പിന്നെ ബാക്കി സാധാരണഗതിയിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട നമുക്കത്ര പരിചയമില്ലാത്ത ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കടം വാങ്ങലും അങ്ങനെ പല പരിപാടികളും, അത് മറ്റേ ഹോസ്പിറ്റലിൻ്റെ റിയൽ എസ്റ്റേറ്റ് വിൽക്കുന്നു, എന്നിട്ട് അത് വീണ്ടും വേറൊരു പൈസക്ക് എടുത്ത് ലീസിനെടുത്തിട്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ തരികിടകളൊക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ടാവും. അപ്പം അപ്പം ഇങ്ങനെ പ്രൈവറ്റ് ഇക്വിറ്റികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലെ പ്രശ്നങ്ങൾ മാത്രം, അതൊരു 50ഓളം ഹോസ്പിറ്റലുകളിലെ പ്രശ്നങ്ങൾ പഠിച്ചിട്ട് ജാമ എന്ന് പറയുന്നൊരു ജേണൽ 2024 വന്നൊരു പഠനത്തിൽ പറയുന്ന കാര്യം, ഒന്ന് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്, ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് നല്ലോണം കൂടി.
അപ്പം നമ്മൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ ഇപ്പം നന്നായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, അടിപൊളി മെഷീൻസും ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവരും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും കെയറിൻ്റെ ക്വാളിറ്റി, പ്രത്യേകിച്ച് ഇവർ പറയുന്നത് ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ അവിടെ നിന്നുണ്ടാകുന്ന വീഴ്ചകളുമൊക്കെ ഫാൾസാണ്, മറ്റേ വീഴ്ചകളുമൊക്കെ രോഗികളുടേത് കൂടി. ആ അർത്ഥത്തിൽ എന്താണ് രോഗചികിത്സേൻ്റെ ഒരു ക്വാളിറ്റി കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്ന എന്താണ് ചികിത്സ കൊടുക്കേണ്ട സാഹചര്യങ്ങളുടെ ആളുകളുടെയൊക്കെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഈ രീതിയിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെ ബദൽ കൊണ്ടുവരും എന്നൊക്കെ ആലോചിക്കുമ്പം പ്രധാനമായിട്ട് ഒന്ന് ഇവരെ റെഗുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിയിൽ ഇവരെ റെഗുലേറ്റ് ചെയ്യലൊന്നും അത്ര എളുപ്പമായിരിക്കില്ല. ഫിനാൻസ് ക്യാപിറ്റലിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിക് ക്ലൈമറ്റ് അല്ല നമ്മളത്. അപ്പം പിന്നെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം എത്ര ചികിത്സയ്ക്കുള്ള പണം നമുക്ക് മുന്നേ ഏറെക്കുറെ തീരുമാനിക്കാവുകയല്ല, അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരെ നിയന്ത്രിക്കാനുള്ള ഇപ്പോൾ ഇവരെ ഈ അക്വിസിഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവരെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, ബാക്കി ചെറിയ ഹോസ്പിറ്റലുകളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്വയർ ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അത്തരം അക്വിസിഷൻസും അങ്ങനത്തെ കാര്യങ്ങളിലും അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്താൻ ഇത്തരം ഒരു സാഹചര്യത്തിൽ സാധിക്കുന്ന തലത്തിലുള്ള ലീഗലായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന സംവിധാനങ്ങളെ ഇപ്പം ഇവരെ നിയന്ത്രിച്ചാൽ മാത്രം പോരല്ലോ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ആശുപത്രികൾ ഈ ഒരു ഫിനാൻഷ്യൽ ഒരു സംവിധാനത്തിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ശൂന്യത നികത്താനുള്ള സംവിധാനങ്ങളും കൂടി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതാണ്. പക്ഷേ അത്തരം സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ നിലനിർത്താനും ഒക്കെ സ്വാഭാവികമായിട്ടും ഒരു പൊതു സംവിധാനത്തിൻ്റെ ഒരു ഉത്തേജനം ആവശ്യമുണ്ടാവും. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ളൊരു ഉത്തേജനം ആവശ്യമുണ്ടോ. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അത്തരം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ആവശ്യം വരും. അപ്പോൾ അതിന് ഇവരെ ഏതെങ്കിലും രീതിയിൽ അത് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഏതെങ്കിലും രീതിയിൽ ടാക്സ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളതാണ് വേറെ കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുക. അപ്പോൾ ഇതിന് വേറെ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ മോഡലുകൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളതും കൂടി നോക്കേണ്ടി വരും. ഞാൻ ചോദിക്കാൻ വന്നത് അത് തന്നെയായിരുന്നു. നമുക്ക് ആഗോളതലത്തിൽ സ്വീകരിക്കാവുന്ന ഏതെങ്കിലും ബദൽ മാതൃകകളുണ്ടോ? ആഗോള മാതൃകകൾ പല ടൈപ്പുണ്ട്. എല്ലാം കൂടെ ചേർന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ മാതൃകകൾ ഏതെല്ലാം എന്തിനെല്ലാം ഉപയോഗിക്കാമെന്നുള്ള രീതിയിലാണ് ആലോചിക്കേണ്ടത് തോന്നുന്നു. ഞാൻ 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഞാൻ കാണുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ നിലവിലുള്ള രോഗാതുരത വെച്ചുകൊണ്ട് ഒരു സൊല്യൂഷൻസിനെ പറ്റി ആലോചിച്ചാലും നമ്മളെവിടെ എത്തില്ല. കാരണം കേരളത്തിൽ രോഗാതുരത നിരക്ക് ചിലവേറിയ രോഗാതുരത എന്ന് ഞാൻ പറയാം. നമ്മുടെ ഇവിടെ രോഗാതുരത ശരിക്കും കൂടുമൊന്നുമല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വയറിളക്ക രോഗം, പല പാർശ്വവ്യാധികൾ, ഇതെല്ലാം കുറഞ്ഞു. പക്ഷേ ചിലവേറിയ ചികിത്സ ആവശ്യമുള്ള രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം, ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അത് കാരണം ഹാർട്ട് അറ്റാക്കിന് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി, ഇതൊക്കെ ചിലവേറിയ സാധനങ്ങൾ, അത് കൂടിക്കൊണ്ടിരിക്കുന്നു. തലച്ചോറിന് വരുന്ന സ്ട്രോക്ക്, ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. ചിലവേറിയ ചികിത്സയാണ്, ദീർഘകാല ചികിത്സ വേണ്ടിവരും. വൃക്കയുടെ മാന്ദ്യം, റീനൽ ഫെയിലിയർ, വൃക്ക കേട് വന്നിട്ട് ഡയാലിസിസ് വേണ്ട ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. കരളിൻ്റെ രോഗം വന്ന്, കരൾ മാന്ദ്യം വന്ന്, ലിവർ ഫെയിലിയർ വന്ന് വരുന്ന ആൾക്കാരുടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാനീ പറഞ്ഞ എല്ലാ രോഗങ്ങൾക്കും ഒരു പൊതു ഘടകമുള്ളത് നമ്മുടെ ദീർഘകാല രോഗങ്ങൾ, അതായത് പ്രധാനമായും ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഇത് രണ്ടും ഉള്ള ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് എന്ന് മാത്രമല്ല, ഈ രോഗങ്ങൾ കാരണമാണ് കൂടുതൽ. ഒരു ഡയാലിസിസ് സെൻറ്ററിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ 70% കൂടുതൽ രോഗികളും ഡയബറ്റിസോ ഹൈപ്പർ ടെൻഷനോ രണ്ടും കൂടെ ഉള്ളവരോ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് അവർ ഡയാലിസിസ് സെൻറ്ററിലെത്തി? അവരെത്താനുള്ള പ്രധാന കാരണം റെഗുലറായി മരുന്ന് കഴിച്ച് ആ പ്രഷറും ഷുഗറും കൺട്രോളിൽ നിർത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു പ്രചരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, മോഡേൺ മെഡിസിൻ മരുന്ന് കഴിച്ചിട്ടാണ് ഈ രോഗങ്ങളൊക്കെ വരുന്നത്, അതുകൊണ്ടാണ് ഡയാലിസിസ് സെൻറ്ററിൽ ആൾക്കാർ കൂടുതൽ പോകുന്നത് എന്നുള്ളതാണ് പ്രചരണം. വാട്സപ്പിലൂടെ ഒക്കെ തന്നെ കാണാം, ഇത് കണ്ടോ ഈ മരുന്ന് കഴിച്ച്, അതുകൊണ്ട് ഇതൊന്നും കഴിക്കരുത്, നമ്മുടെ കയ്യിൽ ഒറ്റമൂലി മരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള മറ്റേ ഇതുണ്ട്, അല്ലെങ്കിൽ ഈ ഇരുമ്പിപ്പുള്ളിയുടെ ജ്യൂസ് കഴിച്ചാൽ മതി, അത് ഒന്നിച്ച് അടിച്ചിട്ട് ജ്യൂസ് കുടിച്ചാൽ ഈ രോഗം പ്രമേഹം ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ജ്യൂസ് തിക്കായിട്ട് കുടിക്കാം. അങ്ങനെ കുടിച്ചാൽ എന്ത് പറ്റുമെന്നറിയോ? അതിന് ഇടയ്ക്ക് ഒരു കാലത്ത് കുറേ പേഷ്യൻസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ ആയിട്ട് വന്ന് വൃക്ക പ്രവർത്തനം നിന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ബയോപ്സികൾ മൈക്രോസ്കോപ്പ് കൊടുക്കുന്ന നിറയെ ഓക്സലേറ്റ് ക്രിസ്റ്റൽസാണ്. ഓക്സലേറ്റ് ഒരുപാട് അധികമുള്ള സാധനമാണ്. ഈ ഓക്സലേറ്റ് വന്ന് അടിഞ്ഞ് കൂടി വൃക്കയിലൊക്കെ ബ്ലോക്കായി എങ്ങനെയാണ് ഇത് വരുന്നത്? അപ്പോൾ അശാസ്ത്രീയമായ ചികിത്സകളിലൂടെ പോയി ഈ രോഗങ്ങൾ മൂർച്ഛിക്കാനും ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും അത് തടയാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ വിദ്യാഭ്യാസം, കുപ്രചരണങ്ങൾ തടയാനുള്ള സംഗതി, ഇതൊക്കെ തന്നെ വളരെ ഇന്ന് പക്ഷേ ചിലവ് കുറഞ്ഞ മരുന്നുകളുണ്ട് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസിനും സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട് ക്ലിനിക്കുകളിലൂടെ, എല്ലാവർക്കും ലഭ്യമാണ്. എങ്കിലും ഈ പ്രചരണങ്ങളിൽ കുടുങ്ങിയിട്ട് ഈ ദീർഘകാലം സ്ഥിരമായി കഴിക്കേണ്ട മരുന്ന് കഴിക്കുക മാത്രമല്ല, നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യും വേണം. ഷുഗർ ഒന്ന് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാം, പ്രഷർ വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാം. ഈ രീതിയിൽ ആസൂത്രിതമായി ഇത് കുറച്ചെന്ന് മാത്രമല്ല, പ്രഷറും ഷുഗറും വരാതിരിക്കാൻ വേണ്ടിയുള്ള ജീവിതശൈലി മാറ്റങ്ങൾ. പണ്ട് ഒരുപാട് നടന്നിരുന്ന ഒരു സമൂഹം അല്ലേ, കുറേ ഈ പേശികളാണ് ഏറ്റവും പ്രധാനം. മാംസപേശികൾ എത്ര കൂടുതൽ വർക്ക് ചെയ്യുന്നോ ആ മാംസപേശികളുടെ ഉള്ളിലേക്ക് ഷുഗർ ഇത് അടിച്ച് കയറും. അത് മാംസപേശികൾ ശരിക്കും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് അവസാനം ഷുഗർ അകത്തോട്ട് കയറാതെ പുറത്ത് തന്നെ നിൽക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇൻസുലിൻ റെസിസ്റ്റൻസ് പൊതുവെ വളരെ അധികമാണ് മലയാളികളിൽ ഇപ്പോൾ. ചോറ്, ഭക്ഷണം, നമ്മൾ പണ്ട് ഒരുപാട് നടക്കുകയും ഓടുകയും ഇതെല്ലാം ചെയ്തിരുന്ന കാലത്ത് കഴിച്ചിരുന്ന അത്ര തന്നെ ഭക്ഷണമാണ്. നമ്മളെല്ലാ സംഗതിയും ഇത് കഴിക്കുന്നുണ്ടെങ്കിലും ഒരു സദ്യയുടെ ചിത്രം എടുത്താൽ മതി, ആ നടുക്ക് വലിയൊരു കൂമ്പാരം ചോറുണ്ടാവും അല്ലേ. ആ കൂമ്പാരം ഇനിയും കുറഞ്ഞിട്ടില്ല, ബാക്കി നമ്മുടെ മസിൽ ഉപയോഗിക്കുന്ന ഇതെല്ലാം കുറഞ്ഞു, പക്ഷേ ഈ ചോറിൻ്റെ കൂമ്പാരം അതേപടി തന്നെ നിൽക്കുകയാണ്. ഇത് കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. ഈ ഓണസദ്യയുടെ എല്ലാവരും ഈ സെൽഫി പടങ്ങളെല്ലാം ഇടും ഈ ഓണക്കാലത്തൊക്കെ, അതിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ സന്ദേശം കുറച്ചൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ രോഗങ്ങൾ പരമാവധി കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ, ഈ കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്നാൽ, ഡയാലിസിസും ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട ആൾക്കാരുടെ എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്പർ 1. ഇതിലാണ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യം. 2, ഇവിടെയുള്ള ബദൽ സംവിധാനങ്ങൾ, പ്രധാനമായും സർക്കാർ ആശുപത്രികൾ, അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള. അത് കഴിഞ്ഞ 10 വർഷക്കാലം 20 വർഷക്കാലമായിട്ട് 2006 മുതലുള്ള ഒരു 20 വർഷക്കാലം വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞാൻ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ആ സിസ്റ്റത്തിൽ വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്, വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും വരാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പലതും കൊണ്ടുവരാൻ വേണ്ടത്ര പണം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ള വസ്തുതയുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് വേണ്ടത്ര കിട്ടുന്നില്ല, അതിനെല്ലാത്തിനും കൂടെ തികയുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പരാതികളും ഇതുമൊക്കെ എല്ലായിടത്തും പോയാൽ കാണാം. പക്ഷെ അതേസമയം നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം വളരെയധികം മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യമാണ്. ഇനിയും ശക്തിപ്പെടുത്തണം. അതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടെയുള്ള ചെറുകിട ആശുപത്രികൾ, ചെലവ് കുറഞ്ഞ് ചികിത്സ നൽകുന്ന സഹകരണ ആശുപത്രികളുണ്ട്.
2 മിഷൻ ആശുപത്രികളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എടുത്താൽ തന്നെ ഇക്ര പോലെയുള്ള ആശുപത്രികൾ, അല്ലെങ്കിൽ എറണാകുളത്തുള്ള ലിസി, ലൂർദ് മുതലായിട്ടുള്ള ആശുപത്രികൾ. പിന്നെ വലിയൊരു ശൃംഖല സഹകരണ ആശുപത്രികളുണ്ട്, നമ്മുടെ മിക്ക ജില്ലകളിലും ഉണ്ട്. അതൊക്കെ ടെർഷറി കെയർ സെൻറ്റേഴ്സിൻ്റെ കുറേയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ കൂടുതൽ സഹായിക്കാം, അതിനെവിടെയൊക്കെ സർക്കാരിന് സഹായം നൽകാൻ വേണ്ടി കഴിയും, നമ്മുടെ പൊതുജന ആരോഗ്യ ആശുപത്രികളുമായിട്ട് ഇതിനെങ്ങനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി കഴിയും, ഇതൊറ്റ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം കോവിഡ് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ കോവിഡ് കാലത്ത് ഇവിടെയൊക്കെയുള്ള ഈ ആശുപത്രികളിലൊക്കെയുള്ള ICUകൾ നമ്മൾ സർക്കാർ അഡ്മിറ്റ് ചെയ്തിട്ട് ഈ ICUകൾ ഉപയോഗിച്ചിരുന്നു. അവർക്ക് നിശ്ചിത തുക കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ ഒരു സിസ്റ്റമായിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള, അപ്പോൾ സർക്കാർ ആശുപത്രി, ഈ ആശുപത്രി, അവസാനമായിട്ട് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ആരോഗ്യരംഗത്ത് ചെലവാക്കാൻ പണം വേണം. ഈ പണം എങ്ങനെ സമാഹരിക്കും? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു, ഞാൻ പറയാം, ഒരു സമവായം വേണം. കാരണം നമുക്ക് ഈ പണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടി ചികിത്സ കൊടുക്കണം, ഫ്രീ ആയിട്ടോ ചെറിയ തുകക്കോ പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാർഗം ഇൻഷുറൻസാണ്. ആ ഇൻഷുറൻസ് പറയുന്നത് തന്നെ സോഷ്യൽ ഇൻഷുറൻസ്. ഞാൻ മറ്റേ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന മറ്റേ തരം ഇൻഷുറൻസ് അല്ല, പ്രൈവറ്റ് ഇൻഷുറൻസ് അല്ല പറയുന്നത്. സോഷ്യൽ ഇൻഷുറൻസ് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള കാസ്പ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. അതിന് സർക്കാർ ഇൻഷുറൻസ് കമ്പനിക്ക് നിശ്ചിത തുക കൊടുക്കുന്നു. ആ ഇൻഷുറൻസ് കമ്പനിയാണ് ഈ പണം രോഗിക്ക് കൊടുക്കുന്നത്. മറ്റൊരു മാർഗം, ഇംഗ്ലണ്ടിലൊക്കെയുള്ള മാർഗം, ഡയറക്റ്റായിട്ട് ടാക്സ് വഴി ശേഖരിക്കുന്നതാണ്. അപ്പോൾ ഈ ടാക്സും ഇൻഷുറൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ, ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? എനിക്ക് ഭാവിയിൽ ഒരു രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കുറച്ച് പൈസ എടുക്കുന്നു, എനിക്കിനി രോഗം വന്നാൽ അത് ചികിത്സിക്കപ്പെടും. അതാണ് ഇൻഷുറൻസിൻ്റെ ഇത്. ടാക്സ് എന്താ? എനിക്ക് മാത്രമല്ല, ഞാൻ നിശ്ചിതമായി ടാക്സ് കൊടുക്കുന്നു, പക്ഷേ എൻ്റെ സമൂഹത്തിലുള്ള ആരൊക്കെ രോഗം വന്നാലും അത് ചികിത്സിക്കാൻ ഈ പണം ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് മോർ ഒരു സോഷ്യലൈസ്ഡ് ആണ്. ഈ സോഷ്യൽ ഇൻഷുറൻസും ഒരു അർത്ഥത്തിലാണ്, പക്ഷേ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് തികച്ചും കൂടുതൽ, ഈ ഇംഗ്ലണ്ടിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ടോ ആ വരുമാനത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് ഹെൽത്ത് ടാക്സ് ആയിട്ട് കൊടുക്കും. ആ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ജോലികളിലുള്ള പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഉള്ളത്, എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി ഉള്ള പൈസ അടയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കും. ഏതായാലും ഇങ്ങനെ ഒരു പൊതു ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ള സിസ്റ്റമാണ്. അപ്പോൾ എന്നെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഒരു ടാക്സ് സംവിധാനത്തിലേക്ക് പോകേണ്ടി വരും. അത് എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിലേക്ക് പോകുന്നോ അത്രയും എല്ലാവർക്കും ഗുണമുള്ള കാര്യമായിരിക്കും. ഇന്നിപ്പോൾ പക്ഷേ ഒരു സർക്കാർ പെട്ടെന്ന് ഹെൽത്ത് നാളെ തൊട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും, പക്ഷെ നിങ്ങളിതാ ഇത്ര ടാക്സ് തരണം എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കൂ. ഉടനടി ഭയങ്കര സമരങ്ങളും ഇതും എന്തെല്ലാം സംഗതിയുണ്ട്. അതിപ്പോൾ ആര് ഭരിച്ചാലും മറു പാർട്ടി ചെയ്യും. നേരെ മറിച്ച് ഇതിനൊരു രാഷ്ട്രീയ സമവായം ഉണ്ടാക്കണം നമ്മൾ. ആര് ഭരിച്ചാലും ശരി ഈ ഒരു നയം വേണം, ഹെൽത്ത് ടാക്സ് നമുക്ക് വേണം എന്നുള്ള ആ രീതിയിൽ പണം റേസ് ചെയ്യാനുള്ള സംവിധാനത്തെപ്പറ്റി ഗൗരവപൂർവ്വം ആലോചിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾ വേണമെങ്കിൽ പുറത്തുനിന്നുള്ള രോഗികളെ കൊണ്ട് ചികിത്സിച്ചോട്ടെ, അതിൻ്റേതായിട്ടുള്ള വേറെ ബെനിഫിറ്റ് നമ്മുടെ എക്കോണമിക്ക് ഉണ്ടാവും. പക്ഷേ നമ്മുടെ കാര്യം നടക്കാൻ ഇവിടെയുള്ള പൊതുജനാരോഗ്യ സംവിധാനത്തെ ഈ രീതിയിൽ ശക്തിപ്പെടുത്തണം. ഈ രോഗാതുരതയുടെ നിരക്ക് കുറച്ചു കൊണ്ടുവരണം. അടുത്തൊരു സംശയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത് ആരോഗ്യ മേഖലയിലെ ഗവേഷണത്തെ ഈ കോർപ്പറേറ്റൈസേഷൻ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ദൈനംദിന ചികിത്സ മാത്രമല്ലല്ലോ, ഗവേഷണം ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണല്ലോ. അത് എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു.
ഗവേഷണത്തെ, ആരോഗ്യ മേഖലയിലെ ഗവേഷണത്തെ അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കോർപ്പറേറ്റൈസേഷൻ കൊണ്ട് കേരളത്തിലെ ഗവേഷണ മേഖലയെ അതുകൊണ്ട് ബാധിക്കില്ല. നമ്മളെ ഗവേഷണം നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനും വേറെ പണം കണ്ടെത്തി ഇവിടെ ഈ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക നടപടികൾ വേറെ തന്നെ വേണം. അതും വേണ്ടത്ര ചെയ്യുന്നില്ല. പല ഓപ്പർച്യൂണിറ്റികളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. കോവിഡ് സമയത്തൊക്കെ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു ഗവേഷണത്തിന് കേരളത്തിൽ. നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ പേടിയാണ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ അതെന്തോ ഇത് ശേഖരിക്കാനും അത് ഉപയോഗിക്കാനും ഒക്കെ ഭയങ്കര പേടിയാണ്. പണ്ട് സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇവിടെ വന്ന് അപ്പോൾ പറഞ്ഞത് ഇത് ഓരോ രോഗിയുടെ ഡാറ്റ കിട്ടിയാൽ എത്രയോ ഉറപ്പിക കിട്ടും അത്രേ ഏതോ കമ്പനിക്ക്. എന്ത് നോൺസെൻസ്! ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ലാതെയുള്ള വാചകടിക്കുകയാണ് ആൾക്കാർ. ആ ഡാറ്റ വേണ്ടത്ര ഉപയോഗിക്കാൻ അപ്പോൾ എന്താ, ഉദ്യോഗസ്ഥർക്ക് പേടിയാണ്. കോവിഡ് സമയത്ത് അതാ സംഭവിച്ചു. ഒരുപാട് പേര് താല്പര്യം ഉണ്ടായിരുന്നു ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഈ റിസർച്ച് ചെയ്യാൻ. പക്ഷേ സെക്രട്ടറിക്കൊക്കെ പേടി, അയ്യോ ഇനിയിപ്പോൾ ഞാനിതെങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും എന്നുള്ള പേടിയാണ്. കാരണം ഇത്തരത്തിലുള്ള നോൺസെൻസ് പ്രചരിപ്പിക്കാനുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അതിനെപ്പറ്റിയൊരു ബേസിക് ബോധം ജനങ്ങളിൽ ഉണ്ടാക്കേണ്ടതും ആവശ്യമാണ് തോന്നുന്നു. കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും? ഒന്നുമില്ല. അപ്പോൾ ഓഡിയൻസിലേക്ക് പോകാൻ തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വളരെ ചുരുക്കി ഉന്നയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ നേരത്തെ പറഞ്ഞില്ലേ, കിഡ്നി ഫെയിലിയർ, ഡയബറ്റിക്, അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻസിന് സാധ്യത കൂടുതലുണ്ടെന്ന്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. അതാണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ, അതാണോ കിഡ്നി ഫെയിലിയർ എന്നുള്ളത്? പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇപ്പോൾ നമുക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടോ എന്നുള്ളത് പിന്നെ ഒരു ടെസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ഒരു അബ്ഡോമിൻ പെയിനോ അല്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുമോ എന്നുള്ളത്? ഇതിൽ കിഡ്നി ഫെയിലിയർ ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ തന്നെയാണ്. 70 to 80% അത് കാരണമാണ്. ഇത് വരാനുള്ള കാരണം കിഡ്നിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കിഡ്നിക്ക് അകത്തുള്ള രക്തക്കൊഴലുകളിൽ അത് ചുരുങ്ങി വന്ന് ചെറുതായിട്ട് അത് കേടുവരുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് ഇല്ലാതാവും. കിഡ്നി ഫെയിലിയർ കണ്ടുപിടിക്കാൻ ടെസ്റ്റ് തന്നെ വേണം. പ്രത്യേകിച്ചും നമ്മൾ യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൽബുമിൻ പോലെയുള്ള സംഗതി ഉണ്ടോയെന്ന് അറിയാം. ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞാൽ അത് നോക്കണം. അല്ലാതെയുള്ള അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണെങ്കിൽ മൂത്രം പോവാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷണം. മറ്റതിന് ക്ഷീണം പോലെയുള്ള ജനറൽ സിംറ്റംസ് മാത്രമേ. ക്രോണിക് റീനൽ ഫെയിലിയർ നമ്മൾ അറിയില്ല. പലപ്പോഴും അത് നോക്കുമ്പോൾ തന്നെയാണ് അറിയുക 5 മില്ലിഗ്രാമാണ് ക്രിയാറ്റിൻ, 6 മില്ലിഗ്രാമാണ്. അപ്പോൾ അതുവരെ ക്ഷീണവും അങ്ങനെയുള്ള വേഗ് സിംറ്റംസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഈ ടെസ്റ്റുകൾ, സാധാരണയുള്ള ടെസ്റ്റുകൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഒരു ടെസ്റ്റ് അതൊന്ന് ഇടയ്ക്ക് ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. 1 year മതി. ചോദ്യങ്ങളുണ്ടോ? കൂടുതൽ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒരു 2-3 മിനിറ്റ് കൂടി ഉണ്ട്. അതുകൊണ്ട് ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വിഷയമല്ല. മിഥുൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് മാനസികാരോഗ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചുകൂടി 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മുമ്പ് ആളുകൾ ചികിത്സ എടുക്കാൻ മടിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കുറച്ചുകൂടി ചികിത്സ എടുക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചികിത്സ എടുക്കേണ്ട മാനസിക രോഗങ്ങൾ ചികിത്സിക്കപ്പെടുന്നില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ അടുത്ത് നടന്ന മെൻ്റൽ ഹെൽത്ത് സർവേൻ്റെ ഒക്കെ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗുരുതരമായ മാനസിക രോഗങ്ങളെന്ന് പറയുന്ന സ്കിസോഫ്രീനിയ, ബൈപ്പോളാർ ഡിസോർഡർ, ഇതൊക്കെ മിക്കവാറും
അത് ഒരുപാടില്ല. ഇപ്പോൾ സ്കിസോഫ്രീനിയൻ്റെ ഒക്കെ എത്ര ആൾക്കുണ്ടാവും എന്ന് വെച്ചാൽ 100-ൽ 1 ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലൊക്കെ കണക്ക് ഈ സർവേയിലൊക്കെ 100-ൽ 1 കുറവാണ്. അതുപോലെ ബൈപ്പോളാർ ഡിസോർഡർ ആണെങ്കിലും 100-ൽ 1 ഉള്ളൂ. അപ്പോൾ ഗുരുതരമായ മാനസിക രോഗങ്ങൾ കുറവാണ്. പക്ഷേ ഗുരുതരമായ മാനസിക രോഗങ്ങൾ മിക്കവാറും ചികിത്സയിലേക്ക് വരും. കാരണം അതുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങൾ വലുതായിരിക്കും. അപ്പോൾ ഒരു സാധാരണത്തിൽ കവിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിലൊക്കെ ചികിത്സയിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോമൺ മെൻ്റൽ ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, അതുപോലത്തെ പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നങ്ങൾ, ഒരു സോഷ്യലി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നു തോന്നാത്ത അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അതിൻ്റെ എണ്ണവും കൂടുതലാണ്. ഇപ്പോൾ ഒരു ഇതിലെടുത്ത് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20% ആളുകൾക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ഉണ്ടാവും. അപ്പം അത് വേണ്ടത്ര ചികിത്സിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വേറെ പല ലക്ഷണങ്ങളായിട്ടും വേറെ പല കാരണങ്ങൾ കൊണ്ടും ആയിട്ടും ഒക്കെ വിചാരിക്കപ്പെടുന്ന പല പ്രശ്നങ്ങളും പലപ്പോഴും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് കണക്കാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ അതിൻ്റെ ഒരു ചികിത്സ എടുക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു സൊല്യൂഷൻ. ഇത് പറയുമ്പം തന്നെ വേറൊരു തലം കൂടിയുണ്ട്. ഇപ്പം ആവശ്യമുള്ള പല ആളുകളും ചികിത്സയിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സൊക്കെ കൂടി വരുമ്പം നമ്മൾ സാധാരണ ഒരു മാനസിക പ്രയാസങ്ങളെയും സഫറിങ്ങിൻ്റെയൊക്കെ ഒരു തലത്തിനെ കുറച്ചധികം പെത്തോളജൈസ് ചെയ്ത് ഇതൊരു പ്രശ്നമാണ്, രോഗമാണ് എന്നുള്ള രീതിയിൽ കാണുകയും അതിന് പല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം പൊതുവായിട്ട് എനിക്ക് തോന്നുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവബോധമൊക്കെ കൂടിയിട്ടുണ്ട്. അതേസമയം തന്നെ അങ്ങനെ കൂടിയാൽ തന്നെയും അതിനൊരു ഉചിതമായ ചികിത്സ എടുത്ത് അത് മാറ്റുന്ന ഒരു തലത്തിൽ അത് പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല. അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ ചോദ്യങ്ങൾ കൂടുതൽ ഉള്ള സമയമില്ല, കൺക്ലൂഡ് ചെയ്യാനായി. സർ, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ധാരണയാണ്, ശരിയാണെന്നറിയില്ല, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ട് ചികിത്സ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളൊരു അഭിപ്രായം പലർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു രോഗമുള്ളവർക്കായിരിക്കാം അത് പലപ്പോഴും ശരിയാണോ എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് നമുക്ക് മറ്റ് രോഗങ്ങളെപ്പോലെ അത് കംപ്ലീറ്റ് ആയിട്ട് അവർ നോർമലിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ടോ? പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ ഡയബറ്റിക് അങ്ങനത്തെ രോഗങ്ങളിലേക്ക് ആളുകൾ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് 2 ക്വസ്റ്റ്യനാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, മാനസിക രോഗങ്ങൾ എന്ന് പറയുമ്പം പല തരത്തിലുള്ളതുണ്ട്. അപ്പം പല അസുഖങ്ങളും ഫുള്ളായിട്ട് മാറും, ചികിത്സ നിർത്താനും പറ്റും. ഇപ്പോൾ ഡിപ്രഷനൊക്കെ ആണെങ്കിൽ ഒരു നിശ്ചിത കാലം ചികിത്സിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് മാറും, മരുന്ന് നിർത്താം, പിന്നെ ചിലപ്പം വീണ്ടും വരികയാണെങ്കിൽ അപ്പം ചികിത്സിക്കുക എന്നുള്ള ഒരു രീതിയിൽ കാണേണ്ടതുള്ളൂ. പല അസുഖങ്ങൾക്കും അത്രേ ആവശ്യമുള്ളൂ. എന്നാൽ ചില അസുഖങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഡയബറ്റീസ് വന്നാൽ അപൂർവം ആൾക്കാർക്ക് അത് നമ്മൾ ചികിത്സ നിർത്തിയിട്ട് നമ്മൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ചില അസുഖങ്ങൾ, ഇപ്പോൾ സ്കിസോഫ്രീനിയ, ബൈപ്പോളാറൊക്കെ ആണെങ്കിൽ എല്ലാ ബൈപ്പോളാർ ഡിസോർഡറും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ സ്കിസോഫ്രീനിയ അതും അത്തരം അസുഖങ്ങൾ ചിലപ്പം ദീർഘകാല ചികിത്സ വേണ്ടി വരും. അപ്പം എല്ലാ അസുഖത്തിനും സ്ഥിരമായിട്ട് ചികിത്സ വേണോ അല്ലെ പൂർണ്ണമായിട്ട് മാറൂല എന്ന് പറയുന്നത് ശരിയല്ല. ചില അസുഖങ്ങൾ മാറും. പിന്നെ ചില ആളുകൾക്ക് ഇപ്പം നമ്മൾ ദീർഘകാല അസുഖങ്ങളെന്ന് വിചാരിക്കുന്ന ഒരു ഡയഗ്നോസൊക്കെ വെച്ചാലും അവർക്ക് പലപ്പോഴും പൂർണ്ണമായിട്ട് മാറുന്നതും കാണാം. അപ്പം അങ്ങനെ ഒരു ഡിഫറൻഷ്യലായിട്ട് കാണണമെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു, ഹൈപ്പർ ടെൻഷൻ റിസ്ക് ഫാക്ടറാണ്. മെൻ്റൽ ഇൽനെസ് ഈ വെച്ചാൽ നേരെ വരുന്നതുകൊണ്ട് അങ്ങനെ കൂടുന്നു എന്നല്ല, മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാർക്ക് ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നന്ദി ഡോക്ടർ മിഥുൻ ആൻഡ് ഡോക്ടർ അരവിന്ദൻ. അപ്പോൾ എല്ലാവർക്കും നന്ദി.